2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി ചാർലിയിലെ അഭിനേതാനും മികച്ച നടിയായി പാർവതിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. ചാർലിയിലൂടെ മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടി. 2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 8 അവാർഡുകൾ ചാർലി സ്വന്തമാക്കിയപ്പോൾ 7 അവാർഡുകൾ എന്ന് നിന്റെ മൊയ്തീൻ കരസ്ഥമാക്കി. ചാർലിയിലെ അഭിനയ മികവിന് ദുൽഖർ സൽമാൻ, ചാർലി, എന്ന് നിന്റെ മൊയ്തീൻ എന്നിവയിലെ പ്രകടനത്തിന് പാർവതി മേനോനും മികച്ച അഭിനേതാക്കളായി. മികച്ച നടൻ ദുൽഖർ സൽമാൻ, ചിത്രം ചാർലി. മികച്ച നടി പാർവതി, ചിത്രങ്ങൾ ചാർലി എന്ന് സ്വന്തം മൊയ്തീൻ. ചാർലിക്കായി മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകനായി. സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. മനോജ് ഖാനയുടെ അമീബയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. നിർണായകത്തിലെ അഭിനയത്തിന് പ്രേം പ്രകാശും ബെന്നിലെ പ്രകടനത്തിന് അഞ്ജലി PVയും മികച്ച സ്വഭാവ നടീനടന്മാരായി. ലുക്ക ചുപ്പി, സൂസു, സുതിവാഗ്മീകം എന്നിവയിലൂടെ ജയസൂര്യ പ്രത്യേക ജൂറി അവാർഡിന് അർഹനായി. ബെന്നിലെയും മാൽഗുഡി ഡേയ്സിലെയും അഭിനയത്തിന് ഗൗരവ് ജി മേനോനും ജാനകി മേനോനും ബാലതാരങ്ങളായി. മികച്ച തിരക്കഥാകൃത്ത് ഹരികുമാർ, ചിത്രം കാറ്റും മഴയും. ഛായാഗ്രാഹകൻ ജോമോൻ T. ജോൺ, ചിത്രങ്ങൾ ചാർലി, എന്ന് നിന്റെ മൊയ്തീൻ, നീന. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഉണ്ണിയാറും മാർട്ടിൻ പ്രക്കാട്ടും ചാർലിക്കായി പങ്കിട്ടു. എന്ന് നിന്റെ മൊയ്തീനിലെ ഗാനത്തിന് റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവായപ്പോൾ ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കായി രമേശ് നാരായണൻ മികച്ച സംഗീത സംവിധായകനായി. പത്തേമാരി, നീന എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ബിജിപാലിനെ മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനാക്കി. P. ജയചന്ദ്രനും മധുശ്രീ നാരായണനും മികച്ച ഗായകനും ഗായികയുമായി. ജനപ്രിയ ചിത്രം RS വിമലിന്റെ എന്ന് നിന്റെ മൊയ്തീൻ. ലവ് 24/7 ശ്രീബാല K. മേനോൻ മികച്ച നവാഗത സംവിധായകയായി. തോമസ് ദേവസിയുടെ മാലേറ്റം മികച്ച കുട്ടികളുടെ ചിത്രമായി. മികച്ച സിനിമാ ഗ്രന്ഥമായി KB വേണുവിന്റെ KG ജോർജിന്റെ ചലച്ചിത്രയാത്രകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമാന്തര സിനിമകൾക്ക് അംഗീകാരം ലഭിച്ച ഇത്തവണ എന്നാൽ നിലവാരമുള്ള ചിത്രങ്ങൾ കുറവായിരുന്നുവെന്നും ജൂറി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആദ്യ സംസ്ഥാന അവാർഡിന്റെ സന്തോഷത്തിലാണ് ദുൽഖർ സൽമാൻ. പുതിയ തലമുറയെ അവാർഡിന് പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ദുൽഖർ സൽമാൻ പ്രതികരിച്ചു. എനിക്ക് എപ്പോഴും എല്ലാവരും എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കാനായിട്ട് തോന്നുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം വന്ന ബാക്കി എല്ലാ സിനിമകളും എല്ലാ ആക്ടേഴ്സിനും എൻ്റെ വക ഓൾ കൺഗ്രാറ്റ്സ്. കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലെ പ്യൂഴ്സും ഇതുപോലുള്ള ആളുകളില്ലെങ്കിൽ എനിക്കൊന്നും ആവാൻ പറ്റില്ല. സോ ഐ തിങ്ക് ഞാനിത് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കാണ്. പിന്നെ ടു ദ ജൂറി, ഇതുപോലുള്ള എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ യങ്സ്റ്റേഴ്സിനെ അവർ ശരിക്കും എൻകറേജ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മികച്ച നടിയായ പാർവതി. സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമായി കാണുന്നുവെന്നും പാർവതി പ്രതികരിച്ചു. അത് സിനിമയിൽ കാണുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ യാത്ര മനസ്സിലാക്കാൻ പറ്റുന്നു അവർക്ക്. അവരോട് ഒരു അനുകമ്പയും ഒരു സ്നേഹവും, അല്ലെങ്കിൽ അവർ ദുഃഖിക്കുമ്പോൾ അവരോട് ദുഃഖം തോന്നുന്നു, അതൊക്കെയാണ്. അത് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരുമിച്ച് ഒരു അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഹാപ്പി. ശ്രോതാക്കൾ നൽകിയ അംഗീകാരമായി പുരസ്കാരത്തെ കാണുന്നുവെന്ന് മികച്ച ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ട P. ജയചന്ദ്രൻ പ്രതികരിച്ചു. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷമെന്നും ജയചന്ദ്രൻ. എൻ്റെ 5ാമത്തെ സ്റ്റേറ്റ് അവാർഡെന്ന് തോന്നുന്നു. എന്തായാലും ഈ അവാർഡ് കിട്ടിയ സന്തോഷമുണ്ട്. കാരണം 50 വർഷം കഴിഞ്ഞ് കിട്ടുന്നൊരു അവാർഡാണ്. അതിൻ്റെ ഗുരുവായൂരപ്പൻ തന്ന അവാർഡായിട്ട് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ വന്ന് ഈ കൈരളി TV അവർ വന്നെടുത്ത് അവരോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ശ്രോതാക്കൾ, അവർക്കാണ് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത്. എൻ്റെ പാട്ട് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കാണ് ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ജൂറി അംഗങ്ങളുള്ള ആൾക്കാരും എല്ലാവരോടും, എല്ലാ മലയാളികളോടും എൻ്റെ നന്ദി വാക്കുകൾ പറയുന്നു. പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കണം. നമസ്കാരം. ജാതി വ്യവസ്ഥിതിക്കെതിരെ പ്രതികരിച്ച സിനിമയായിരുന്നു ഒഴിവു ദിവസത്തെ കളി. സംസ്ഥാന അവാർഡ് നൽകിയ സിനിമയെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞു. അതില് ജാതി, ഈ പറയുന്ന നമ്മള് ജാതി വ്യവസ്ഥയിലൊക്കെ നമ്മളെല്ലാം വളർന്നു വരുന്നത്. നമ്മുടെ വാല് മുറിച്ച് കളയാൻ നമ്മൾ പ്രത്യക്ഷത്തിൽ കഴിയുമെങ്കിലും പരോക്ഷമായിട്ട് ആ വാലങ്ങനെ ഒരു ഫാൻഡം ലിംബായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ജാതിയെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രോഹിത് വേമുലയുടെ ഇഷ്യൂ, ഇപ്പോൾ JNUവിലെ ഇഷ്യൂ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സമകാലികമായ ഒരു അവസ്ഥ. ഈ അവാർഡ് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു?
വളരെ സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും സന്തോഷത്തെക്കാൾ ഉപരി ഈ അവാർഡ് എൻ്റെ സിനിമ കുറെ കൂടി ആളുകളിൽ എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു വഴിവെട്ടി തെളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി നിന്നത് ചാർലി മൊയ്തീനുമാണ്. ദുൽഖർ സൽമാൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചാർലിയിലൂടെയും പാർവതി മികച്ച നടിയായത് എന്ന് നിന്റെ മൊയ്തീനിലൂടെയുമാണ്. 2015 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി നിന്നത് ചാർലിയും എന്നു നിന്റെ മൊയ്തീനുമാണ്. ദുൽഖർ സൽമാൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചാർലിയിലൂടെയും പാർവതി മികച്ച നടിയായത് എന്നു നിന്റെ മൊയ്തീനിലെ കാഞ്ചനമാലയിലൂടെയുമാണ്. രണ്ട് സംവിധായകർ രണ്ട് കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ പ്രായവ്യത്യാസമില്ലാതെ അവരെ സ്വീകരിച്ചു. നവാഗത സംവിധായകൻ RS വിമൽ സംഭവകഥ വെള്ളിത്തിരയിലെത്തിച്ചപ്പോൾ പ്രണയത്തിന്റെ ഭാവസാന്ദ്രതകൾ മഴയിൽ ചാലിച്ച് ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന അപൂർവ അനുഭവമായി. തീക്ഷ്ണതയും ഊഷ്മളതയും നിറഞ്ഞ പ്രണയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പെരും പെയ്ത്താണ് എന്നു നിന്റെ മൊയ്തീൻ. മഴയുടെ സമസ്ത ഭാവങ്ങളും ഭാവച്ചോർച്ചയില്ലാതെ മനോഹരമായി ജോമോൻ ടി ജോൺ ഒപ്പിയെടുത്തു. പൃഥ്വിരാജിന്റെയും പാർവതിയുടെയും സമാനതകളില്ലാത്ത പ്രകടനം തന്നെയാണ് വ്യക്തിഗത മികവുകളിൽ എടുത്തു കാണിക്കുവാൻ കഴിയുന്നത്. 22 കുത്തുകുത്തിന്നാ കേട്ടത്. 22 ഒന്നുമില്ല, കുത്ത് 3 ഉള്ളൂ. ചത്തൂന്നാ കേട്ടത്. വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പാർവതി കൂടുതൽ ശ്രദ്ധ നേടി. ഒരപ്പൂപ്പൻ താടി പോലെ എവിടെയും എപ്പോഴും സന്തോഷത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന ചാർലിയുടെയും അവന്റെ വഴികളിലൂടെ പിന്തുടരുന്ന ടെസ എന്ന പെൺകുട്ടിയുടെയും യാത്രകളാണ് ചാർലി. റോഡ് മൂവി എന്നോ മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്നോ ഫാമിലി എന്റർടൈനർ എന്നോ ഒക്കെ തരാതരം പോലെ വിളിക്കാവുന്ന സിനിമ. സദാ പൊട്ടിച്ചിരിച്ചും ആരും ചിന്തിക്കാത്ത കോണുകളിലൂടെ നോക്കി ജീവിതത്തിലെ സങ്കടങ്ങളെ മായ്ച്ചെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസിറ്റീവായ നായകൻ. അത്തരമൊരു കഥാപാത്രം ഒരുപക്ഷെ അത്ര ഭംഗിയോടെ ആർക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകൻ കൂടുതൽ പ്രേക്ഷകരിലേക്ക് അടുത്തത് ചാർലിയിലൂടെ തന്നെയാണ്. ദുൽഖർ സൽമാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പാർവതി കാഞ്ചനമാലയിൽ നിന്ന് ടെസയിലേക്ക് നടത്തിയ പരകായ പ്രവേശനം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, പീപ്പിൾ ടിവി. മന്ത്രി KC ജോസഫ് ഹൈക്കോടതിയിൽ ഹാജരായി 3:30 അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കും. വിശദാംശങ്ങളുമായി ഉമേഷ് എറണാകുളത്തു നിന്നും ചേരുന്നു. ഉമേഷ്, ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ, ഈ പരാമർശത്തിന്റെ ഒടുവിലത്തെ രംഗമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. KC ജോസഫ് കോടതിയിലേക്ക് എത്തുന്നു. എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഈ KC ജോസഫിനെതിരായ കോടതിയലക്ഷ്യ ഹർജി 3:30 തന്നെ ഹൈക്കോടതി പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണനും ജസ്റ്റിസ് സുനിൽ തോമസും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ KC ജോസഫിൻ്റെ ഈ പരാമർശത്തെ തുടർന്ന് V ശിവൻകുട്ടി MLA ആണ് KC ജോസഫിനെതിരെ പരാതി കൊടുത്തത്. ഈ പരാമർശം, മന്ത്രിയുടെ പരാമർശം, ഫേസ്ബുക്ക് പരാമർശം കോടതി അലക്ഷ്യമാണ് എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പരാതി. ഇത് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും മന്ത്രിക്കെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യം മന്ത്രി ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കുറ്റപത്രം നേരിട്ട് നൽകുന്നതിനായി മന്ത്രി KC ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അന്ന് മന്ത്രി ഹാജരായില്ല. പകരം ഒരു സത്യവാങ്മൂലം നൽകുകയാണ് ചെയ്തത്. ഈ പരാമർശത്തിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് മന്ത്രി KC ജോസഫ് നൽകിയത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മനഃപൂർവ്വമായിരുന്നില്ല. അതിൽ തെറ്റ് കണ്ടെത്തിയപ്പോൾ, പിഴവ് മനസ്സിലായപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു എന്നായിരുന്നു KC ജോസഫിൻ്റെ മാപ്പപേക്ഷ. ഈ സത്യവാങ്മൂലം ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്താൻ മന്ത്രി കുട്ടിയല്ല എന്ന് പിന്നീട് ഡിവിഷൻ ബെഞ്ച് പറയുകയുണ്ടായി. മാത്രമല്ല, ഈ സത്യവാങ്മൂലം പിന്നീട് പരിശോധിക്കുമെന്നും അന്ന് കോടതി പറയുകയുണ്ടായി. ഈ ഒരു സത്യവാങ്മൂലത്തിൽ പരാതിക്കാരനായ ശിവൻകുട്ടിയുടെ നിലപാടും കോടതി ആരാഞ്ഞിരുന്നു. ഇന്ന് ശിവൻകുട്ടി MLA നിലപാട് കോടതിയെ അറിയിക്കും. ഖേദപ്രകടനം ചട്ടപ്രകാരമല്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മാപ്പപേക്ഷ സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് ശിവൻകുട്ടി ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ സത്യവാങ്മൂലവും കോടതി ഇന്ന് പരിശോധിക്കും. അത്തരത്തിൽ ശിവൻകുട്ടിയുടെ നിലപാട് കൂടി കേൾക്കുന്നതോടെ തുടർ നടപടികളെക്കുറിച്ച് കോടതി തീരുമാനം എടുക്കും. എന്തായാലും മന്ത്രി KC ജോസഫും പരാതിക്കാരനായ V ശിവൻകുട്ടിയും ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. കൃത്യം 3:30 തന്നെ ഈ ഹർജി പരിഗണിക്കും. ആനന്ദ്. ഉമേഷ്, ഇവിടെ ശിവൻകുട്ടിയുടെ നിർദ്ദേശം നേരത്തെ കോടതി ആരാഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് മാപ്പപേക്ഷ ചട്ടങ്ങൾ അനുസരിച്ചല്ല എന്ന് പറയുമ്പോൾ വളരെ നിർണായകമായ ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതി ഈ കേസ് തുടരാൻ ഉള്ള ഒരു സന്ദർഭത്തിലേക്ക് നീങ്ങുമോ?
തീർച്ചയായും ശിവൻകുട്ടിയുടെ നിലപാട് അതുതന്നെയാണ്. ഖേദപ്രകടനം ചട്ടപ്രകാരമല്ല. ഇത്തരത്തിൽ കുറ്റം സമ്മതിച്ച ശേഷമല്ല മന്ത്രി ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയത് എന്നാണ് ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ നിയമവശം കൂടി പരിശോധിച്ച് സർക്കാർ നിലപാടും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനം എടുക്കുക. അതെന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും ശിവൻകുട്ടിയുടെ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3:30 തന്നെ ഈ ഹർജി പരിഗണിച്ച ശിവൻകുട്ടിയുടെ നിലപാടും സർക്കാർ നിലപാടും കേട്ട ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലെത്തുക. ഉമേഷ്, എപ്പോഴത്തേക്കായിരിക്കും പരിഗണിക്കുക? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൃത്യം 3:30 തന്നെ ഹർജി പരിഗണിക്കും. 3:30 തന്നെയാണ് KC ജോസഫിനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിരുന്നത്. ഇത് കണക്കിലെടുത്ത് അല്പസമയം മുമ്പ് തന്നെ 3:15 മുൻപ് തന്നെ മന്ത്രി KC ജോസഫ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. പരാതിക്കാരൻ ശിവൻകുട്ടിയും വളരെ നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഹർജി KC ജോസഫിൻ്റെ സത്യവാങ്മൂലം, മാപ്പപേക്ഷ ഉൾപ്പെടുന്ന സത്യവാങ്മൂലം കൃത്യം 3:30 തന്നെ പരിഗണിക്കും. അപ്പോൾ തന്നെ ശിവൻകുട്ടി MLAയുടെ നിലപാടും കോടതി കേൾക്കും. ഇത് കേട്ട ശേഷം സർക്കാരിൻ്റെ നിലപാടും അറിഞ്ഞ ശേഷം 3:30 തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ആ ഒരു തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി അലക്ഷ്യ പരാമർശം നടത്തിയ KC ജോസഫ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരിക്കുകയാണ്. 3:30 അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പരാതി നൽകിയ വി ശിവൻകുട്ടിയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. LDFിന്റെ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു യെച്ചൂരി. I think it's fairly obvious that LDF is going to win. The question is what will be the quantum of majority in the assembly. But there will be an LDF ministry and a government. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം VS രാമചന്ദ്രൻ പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് RSS BJP അജണ്ടയുടെ ഭാഗമായാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഭഗത് സിംഗ് മുതൽ ഗാന്ധിജി വരെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും അതേ കുറ്റം തങ്ങൾക്കെതിരെയും ചുമത്തിയതിനാൽ അഭിമാനിക്കുന്നുവെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പറഞ്ഞു. Well, that is only natural, no? The RSS and the BJP, that is their tendency. They try to browbeat people from doing it. But as far as the sedition case, they are putting me under, along with others. I mean, I can only say for myself that you feel very proud that from Bhagat Singh to Mahatma Gandhi to Nehru to Tilak to all these people have been arrested under the same charge. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം. മുസ്ലിങ്ങൾക്കെതിരെ കേന്ദ്രമന്ത്രി കത്താരിയ നടത്തിയ പരാമർശത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ സമയമായി എന്നായിരുന്നു കച്ചാരിയ ഇന്നലെ ആഗ്രയിൽ പ്രസംഗിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്? മറ്റു വിശദാംശങ്ങൾ. അനന്തു, ഇന്നലെ ആഗ്രയിൽ നടത്തിയ ഒരു പ്രസംഗത്തിനിടയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷപരമായൊരു പരാമർശം കേന്ദ്ര മാനവവിഭവശേഷി സഹമന്ത്രി ഖത്താറിൽ നിന്ന് ഉണ്ടായത്. ഇത് ഇന്ന് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. അടിയന്തര പ്രമേയം കോൺഗ്രസ് ഇക്കാര്യത്തിൽ നൽകിയെങ്കിലും ലോക്സഭ ഇത് തള്ളി. അതേസമയം തന്നെ മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് സാമ്പത്തിക തിരിമറി കേസിൽ പങ്കുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് AIADMK അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെച്ചു. ഇതാണ് സഭ ഇന്ന് പൂർണ്ണമായും സ്തംഭിക്കാൻ കാരണമായത്. ലോക്സഭ പലതവണ പിരിഞ്ഞ ശേഷം വീണ്ടും ചേർന്നെങ്കിലും AIADMK അംഗങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയാകട്ടെ ഇന്ന് സ്മൃതി ഇറാനിക്കെതിരായ പ്രതിപക്ഷം നൽകിയ ശ്രദ്ധ ക്ഷണിക്കൽ ലിസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ AIADMK അംഗങ്ങളുടെ ബഹളം കാരണം അത്തരം ചർച്ചകളിലേക്ക് പോലും രാജ്യസഭയ്ക്കും കടക്കാൻ കഴിഞ്ഞില്ല. അനന്തു. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. നടപടിയെടുത്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ താഴെയിറക്കുമെന്നും വ്യാപാരികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സർക്കാരിനെ അധികാരത്തിലേറ്റുമെന്നും T. നസറുദ്ദീൻ പറഞ്ഞു.
കഴിഞ്ഞ 4 കൊല്ലത്തിന്റെ ഭരണത്തിന്റെ ഫലമായി ഒന്നൊന്നായി നശിച്ചുകൊണ്ട് ഇപ്പോൾ മരിക്കുക എന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ വ്യാപാരികളെ എത്തിച്ചിരിക്കുകയാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാർ. തൃശൂർ പോലീസ് അക്കാദമിയിൽ ഐജിയുടെ പ്രായപൂർത്തിയാകാത്ത മകൻ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് അക്കാദമി IG സുരേഷ് രാജ് പുരോഹിതന്റെ മകനാണ് അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസുകാർ ദൃശ്യങ്ങൾ സഹിതം മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി ADGP രാജേഷ് ദിവാന് നിർദ്ദേശം നൽകി. പോലീസ് അക്കാദമി IG സുരേഷ് രാജ് പുരോഹിതിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് IG-യുടെ മകന്റെ നിയമലംഘനം. IG-യുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ അക്കാദമിയിലെ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ മകൻ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതായി പരാതി ഉയർന്നിരുന്നു. ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ IG-യുടെ നെയിം ബോർഡും ബീക്കൺ ലൈറ്റും വെച്ച വാഹനം മകൻ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ജീപ്പ്, പോലീസ് വാൻ എന്നിവ ഉൾപ്പെടെ മറ്റ് ഔദ്യോഗിക വാഹനങ്ങളും IG-യുടെ മകൻ ഓടിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. IG-ക്കൊപ്പം അക്കാദമിയിൽ എത്തുന്ന +1 വിദ്യാർത്ഥിയായ കുട്ടി മടങ്ങിപ്പോകുന്നതുവരെ വാഹനങ്ങളിൽ പരിശീലനം തുടരും. വാഹനങ്ങളുടെ പരിസരത്ത് മറ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നതിനും IG വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർക്കും പുറത്തുനിന്നുള്ളവർക്കും അക്കാദമി പരിസരത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് സുരേഷ് രാജ് പുരോഹിത് അക്കാദമി IG-യായി ചുമതല ഏറ്റെടുത്ത ശേഷമാണ്. മുമ്പ് തൃശൂർ IG-യുടെ അധിക ചുമതല കൂടി ഇദ്ദേഹം വഹിച്ചിരുന്നു. തെളിവ് സഹിതം കീഴുദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ IG-ക്കെതിരെ നടപടി ഉണ്ടായില്ല. സംഭവം ഒതുക്കി തീർക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. DYFI 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യുവത്വത്തിന്റെ സമരചൈതന്യമായ DYFI 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് രാവിലെ 10 മണിക്ക് തിരൂരിൽ തുടക്കമായി. രോഹിത് വെമുല നഗറിൽ TV രാജേഷ് പതാക ഉയർത്തി. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിനെതിരെ പോരാടാൻ ഈ യുവതയിലാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്ത് പറഞ്ഞു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത പരിസരങ്ങളിലെ മനുഷ്യന്റെ ഉള്ള് തിരിച്ചറിയുക കൂടിയാവണം രാഷ്ട്രീയ പ്രവർത്തനം. പാലോളി മുഹമ്മദ് കുട്ടി, അഭോയ് മുഖർജി, P ശ്രീരാമകൃഷ്ണൻ, M സ്വരാജ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ സെമിനാറുകളും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പീച്ചിയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പാസ്റ്റർക്ക് 40 വർഷം തടവും 20,000 രൂപ പിഴയും. കോട്ടയം കറുകച്ചാൽ സ്വദേശി സനൽ K ജെയിംസിനാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരമാണ് വിധി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് കോട്ടയം കറുകച്ചാൽ സ്വദേശി സനൽ K ജെയിംസിന് ശിക്ഷ വിധിച്ചത്. 12കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന നിയമപ്രകാരമാണ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി 40 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ചത്. പോക്സോ നിയമം നിലവിൽ വന്ന ശേഷം ലഭിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷയാണ് ജഡ്ജ് KP സുധീറിന്റെ വിധിന്യായം. 40 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴയ്ക്കുമാണ് ഇന്ന് കോടതി സനൽ K ജെയിംസിനെ ശിക്ഷിച്ചിട്ടുള്ളത്. വിക്ടിം കോമ്പൻസേഷന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിനോട് 3 ലക്ഷം രൂപ വിക്ടിമിന് കൊടുക്കുന്നതിന് വേണ്ടിയും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. 2014 ഏപ്രിൽ മാസത്തിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പീച്ചി സാൽവേഷൻ ആർമിയിലെ പാസ്റ്ററായിരുന്ന സനൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഒല്ലൂർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ. പ്രതിക്കെതിരെ ഇതേ കോടതിയിൽ സമാന കേസിൽ വിചാരണ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരത്തെ 2 ഇടത്ത് മുഖ്യമന്ത്രിക്ക് നേരെ CPIM പ്രവർത്തകരുടെ കരിങ്കൊടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് അതിക്രമത്തിൽ മെഡിക്കൽ കോളേജ് കൗൺസിലർ സിന്ധുവിന് പരിക്കേറ്റു. കരമന കളിയക്കാവിള 4 വരി പാതയുടെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ നേമത്തും CPIM പ്രവർത്തകർ കരിങ്കൊടി വീശി. 4 വരി പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഉദ്ഘാടനം നടത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടന ചടങ്ങുകളിലുടനീളം വേദിക്കരികിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു.
അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്നയാളെ കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ നീക്കം. നിലവിൽ സംസ്ഥാന വെറ്റിനറി കൌൺസിൽ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പി ബാലകൃഷ്ണനെയാണ് നിയമവിരുദ്ധമായി നിയമിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തേക്കും. കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിലിലെ സർക്കാർ നോമിനിയും പ്രസിഡന്റുമായ പി ബാലകൃഷ്ണനെയാണ് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ നീക്കം നടക്കുന്നത്. വെറ്റിനറി കൌൺസിലിൽ അംഗമായിരിക്കെ കൃത്രിമരേഖയുണ്ടാക്കി പണം തട്ടിയതിനും മറ്റ് സാമ്പത്തിക തിരിമറികൾ നടത്തിയതിനും ലോകായുക്തയുടെ അന്വേഷണം നേരിടുന്നയാളാണ് പി ബാലകൃഷ്ണൻ. ഇതേ കേസിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്നവരെ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കരുതെന്നാണ് ചട്ടം. ഒപ്പം വൈസ് ചാൻസലറായി നിയമിക്കുന്നയാൾക്ക് ചുരുങ്ങിയത് 5 വർഷമെങ്കിലും സർവീസ് കാലാവധി ഉണ്ടായിരിക്കണമെന്നും ചട്ടമുണ്ട്. 62 വയസ്സുള്ള ബാലകൃഷ്ണന് 3 വർഷം കഴിഞ്ഞാൽ വിരമിക്കൽ പ്രായമാവും. ഇക്കാര്യങ്ങളെല്ലാം ഇരിക്കെയാണ് പി ബാലകൃഷ്ണനെ നിയമിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത്. നേരത്തെ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായിരുന്ന പി ബാലകൃഷ്ണനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തന്നെ തീരുമാനമുണ്ടായേക്കും. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള പരിഗണനാ ലിസ്റ്റിൽ എല്ലാ യോഗ്യതയുമുള്ള ഒട്ടേറെ പേരുണ്ടായിരിക്കെയാണ് യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാനുള്ള സർക്കാർ നീക്കം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇക്കുറിയും മത്സര രംഗത്തുണ്ടാകുമെന്ന് സൂചനകൾ നൽകി കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ്. കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സീറ്റ് നൽകണമെന്ന ആവശ്യം പരസ്യമായി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് CFും രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസിലോ UDFിലോ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് പാർട്ടി ചെയർമാൻ KM മാണി പരസ്യമായി വ്യക്തമാക്കുമ്പോഴും മകൻ ജോസ് കെ മാണി MPയുടെ അടുത്ത അനുയായിയായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നു. പീപ്പിൾ TVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ജോബ് സീറ്റ് വേണമെന്ന് തുറന്നടിച്ചത്. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെയൊക്കെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ വരണമല്ല. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. ജോബ് ഉയർത്തിയ വാദങ്ങളെ ഖണ്ഡിച്ച കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ CF തോമസ് MLA ചങ്ങനാശ്ശേരിയിൽ ഇക്കുറിയും മത്സരരംഗത്തുണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നൽകുകയും ചെയ്തു. അപ്പോൾ നമുക്ക് തലമുതിർന്ന ആളുകൾ വേണം, വിജയസാധ്യതകളുള്ളവർ വേണം, ചെറുപ്പക്കാർ ധാരാളം വരണം, അയോഗ്യത നോക്കണം, ജനങ്ങളുടെ സ്വീകാര്യത നോക്കണം, ആരെയൊക്കെ സ്വീകരിക്കുന്നു, അംഗീകരിച്ചു പോകുന്നു, എത്ര പ്രായമായിട്ട് പോലും ചില ആളുകളെ ജനം അംഗീകരിക്കുന്നു, അതൊക്കെ അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളണം. അച്ഛന്റെയും മകന്റെയും അടുത്ത അനുയായികൾ തമ്മിൽ മാധ്യമങ്ങളിലൂടെ പരസ്യമായി കൊമ്പുകോർക്കുമ്പോൾ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് UDF നേതൃത്വം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലടക്കം പരാതി നൽകിയിട്ടും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കൃത്യമായ വഴി ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട കോന്നിത്താഴം കോന്നപ്പാറ നിവാസികളായ 25ലധികം കുടുംബങ്ങൾ. ഓട്ടിസം ബാധിച്ചതും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള നിരവധി പേർ താമസിക്കുന്ന പ്രദേശമാണിത്. ഇത് റെനിമോൾ. ഓട്ടിസമാണ് രോഗം. ചിലപ്പോൾ ഫിറ്റ്സ് വന്ന് ബോധരഹിതയാകും. ഉടൻ ആശുപത്രിയിലെത്തിക്കണം. പലപ്പോഴും അമ്മ മാത്രമുള്ളപ്പോഴായിരിക്കും ഇവൾക്ക് അസുഖം കൂടുന്നത്. റെനിമോളുടെ വീട്ടിലേക്ക് കൃത്യമായ വഴിയില്ലാത്തതിനാൽ കുറേ ദൂരം ചുമന്നുകൊണ്ടുപോയി വേണം വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്തിക്കാൻ. ഈ പ്രശ്നം കലശലായപ്പോഴാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലടക്കം തങ്ങൾ താമസിക്കുന്ന കോളനിയിലേക്ക് കൃത്യമായ വഴി സൗകര്യം അനുവദിക്കണമെന്ന് കാണിച്ച് അപേക്ഷ നൽകിയത്. മുഖ്യമന്ത്രി അതിന് അംഗീകാരവും നൽകി. കൂടെ റെനിമോൾക്ക് പെൻഷനും അനുവദിച്ചു. ഇതെല്ലാം പക്ഷേ കടലാസിൽ മാത്രം ഒതുങ്ങി എന്നതാണ് വസ്തുത. എടുത്തോണ്ട് ഈ വഴിയെ കൂടെ പോയപ്പോൾ ഞാൻ ആ വഴിയെ വീണിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പോയി എനിക്ക് വഴി അനുവദിച്ചു. എന്നിട്ട് പോലും എനിക്ക് അതിന് അർഹതയില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള ഒരാളത് പരാതിയും പറഞ്ഞു. എനിക്ക് പെൻഷൻ അനുവദിച്ചു, അതും ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിന് ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്ന പഠിപ്പിക്കാനും എല്ലാം ഭയങ്കര പാടാണ്. മഴക്കാലത്ത് കൊണ്ട് അവിടെ ആ വഴി കണ്ടില്ലേ, എല്ലാം പോയി കിടക്കുമല്ലേ. ഞങ്ങൾക്ക് വഴിയില്ലാതെ ഒരു പറ്റത്തില്ല. ഭയങ്കര ഇതാണ്. കുഞ്ഞിനെ എനിക്ക് ഇന്ന് തന്നെ എടുത്തോണ്ട് നടക്കാൻ ഒക്കത്തില്ല. 11 വയസ്സ് കഴിഞ്ഞു. ഇനി എടുത്തോണ്ട് നടക്കാൻ എന്ത് പാടാണെന്നറിയാം. റെനിമോളുടെ കുടുംബത്തെ കൂടാതെ 25ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരിൽ കൂടുതലും പ്രായമേറിയവരാണ്. നടക്കാൻ പോലും കഴിയാത്ത ഇവർക്ക് പലപ്പോഴും ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാറുമില്ല. ഞങ്ങൾക്ക് ഈ രോഗികളെ കൊണ്ടൊക്കെ എടുത്തോണ്ട് 3 പേര് കൂടി പോകാൻ 3 പേരും കൂടെ തോറ്റിപ്പോകും. 2 പേര് പിടിച്ചോണ്ട് പോകുന്ന 2 പേരും തോറ്റിപ്പോകും. ഒരാൾ തന്നെ പിടിച്ചോണ്ട് പോകാനൊക്കത്തില്ല. 5-6 വീട്ടിൽ ഓരോരുത്തരും സുഖമില്ലാതെ വയ്യാത്തവർ കിടക്കുക. രാത്രിയില്ല കൊണ്ടുപോകുന്നത്. ശീതീകരിച്ച കാറിൽ സഞ്ചരിക്കാനോ ആർഭാടം കാണിക്കാനോ ആയിരുന്നില്ല ഇവരുടെ ആവശ്യം. ബുദ്ധിമുട്ടില്ലാതെ പുറം ലോകത്തെത്താൻ ഒരു വഴി മാത്രമായിരുന്നു. സർക്കാരിന് പലരെയും പറഞ്ഞു പറ്റിക്കാം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിതത്തോട് യുദ്ധം ചെയ്യുന്നവരെ മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിക്കരുതായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.